അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്കക്കുരു മിൽക്ക് ഷേക്ക്. നമുക്ക് കുറച്ച് ചക്ക കിട്ടിയായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പം അതിന്റെ കുരുവൊക്കെ എടുത്ത് നമ്മൾ എല്ലാം കഴുകി വൃത്തിയാക്കി റെഡിയാക്കി എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് വെച്ച് നമുക്ക് മെഴുക്കുവരട്ടിയും മറ്റ് പല കറികളൊക്കെ ഉണ്ടാക്കാം. പക്ഷെ ഇന്ന് നമ്മൾ മിൽക്ക് ഷേക്കാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഇത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചക്കക്കുരു നമുക്കൊന്ന് വേവിച്ചെടുക്കണം. നമ്മളിത് ഈ തൊലിയൊന്നും കളയാതെ തന്നെ നമ്മൾ കുക്കറിലോട്ട് ഇടുക, കുറച്ച് വെള്ളം ഒഴിക്കുക, നല്ലതായിട്ട് അങ്ങ് വേവിക്കുക. ഒരു 2-3 വിസിലടിക്കത്തക്ക രീതിയിൽ അങ്ങ് വേവിച്ചെടുക്കണം. ഈ ഒത്തിരി വെള്ളം ഒഴിക്കണ്ട, ഇതൊന്നും മുങ്ങി കിടക്കത്തക്ക രീതിയിലുള്ള. അപ്പൊ നമുക്കറിയാമല്ലോ കുക്കറിൽ ഓരോ സാധനങ്ങൾ വെക്കുമ്പോഴത്തേക്ക് അതിന്റെ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് വേറെ ഉപ്പോ കാര്യങ്ങളോ ഒന്നും ഇടണ്ട, നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പൊ ഇത് നമുക്കൊന്ന് വേവിച്ചെടുത്ത് വരാം. നമ്മുടെ ചക്കക്കുരു നന്നായിട്ട് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പൊ ഇത് ഉണ്ടോ അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഈ ഇത് തൊലിയില്ലേ, ആ മേളത്തെ തൊലി മാത്രമേ പ്ലാസ്റ്റിക് പോലെ ഇരിക്കുന്ന ഒരു തൊലി ഉണ്ടല്ലോ, അത് മാത്രമേ നമ്മൾ കളഞ്ഞിട്ടുള്ളൂ. ഇതിന്റെ ഈ കറുത്ത തൊലി വെച്ചിട്ടുണ്ട്. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തൊലി ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. നമുക്കൊരു ബദാം ഷേക്ക് കുടിക്കുന്ന ഒരു എഫക്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു തൊലി കൊണ്ടേ പറ്റത്തുള്ളൂ. ആരോഗ്യ ഗുണം ഉണ്ടായിരിക്കും, പക്ഷെ നമുക്ക് അതിനെപ്പറ്റി ആധികാരികമായിട്ടൊന്നും അറിയത്തില്ല. അറിയാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തു. അപ്പം നമുക്ക് ഇനി ചെയ്യേണ്ട പരിപാടി വെച്ചാൽ ഇത് നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് നമുക്ക് അതൊന്ന് നന്നായിട്ട്, ഇത് നമ്മൾ ആദ്യം ഇടുമ്പോഴേ അതിന്റെ എന്താ വെള്ളമോ അല്ലെങ്കിൽ പാലോ ഒന്നും ഒഴിക്കാതെ തന്നെ നമ്മൾ എടുത്തത് ജസ്റ്റ് നമുക്കിതൊന്ന് എന്താ പറയുന്നത് ഇങ്ങനെ ക്രഷ് ചെയ്യുക, അങ്ങനല്ലേ പറയുന്നത്, അങ്ങനെയാണെങ്കിലും പറയാം. അപ്പൊ അങ്ങനെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പൊ നമ്മൾ നാളെ മുഴുവൻ വാരി ഇട്ടിട്ടുണ്ട്. ഇടയ്ക്ക് ഒരു തൊലിയുടെ ഒരു ചെറിയ കരിന്തൊലി ഇരിക്കുന്നു. അപ്പൊ നമ്മളിത് മുഴുവൻ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പൊടിച്ച് റെഡിയാക്കി കൊണ്ടുവരാം. നമ്മളപ്പോ അതൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ തേങ്ങ ചിരണ്ടി ഇട്ട പോലെ ആ ഒരു ഇതിലാണ് കിട്ടിയത്. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമുക്ക് ചേർക്കാനുള്ള സാധനങ്ങളൊക്കെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. പാല് നമ്മൾ എപ്പോഴത്തെ പോലെ തിളപ്പിച്ച് കട്ടയാക്കി വെച്ചിരിക്കുന്ന പാല് അത് നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതിന്റെ കൂട്ടത്തില് നമ്മൾക്ക് ആവശ്യമുള്ള മധുരവും പിന്നെ ടേസ്റ്റിന് ആവശ്യമുള്ള ചില നുറുങ്ങുമണികളൊക്കെ ഉണ്ടല്ലോ, അത് കൂടെ നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് എന്തുമാത്രം അളവ് വേണമെന്നനുസരിച്ച് വേണം പാലും ചക്കക്കുരും ഒക്കെ എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് നമ്മൾ സാധാരണ ഷേക്കുകളിലൊക്കെ ചെയ്യുന്ന പോലെ കുറച്ച് ബോൺവിറ്റയാണ്. അപ്പൊ അത് നമുക്ക് നല്ല തട്ടി കൊടുക്കുക. അപ്പോൾ നല്ലൊരു കളറും ടേസ്റ്റും ഒക്കെ വരും. ഇത് ഇപ്പൊ ഒരു ചോക്ലേറ്റിന്റെ ഒക്കെ ഒരു ഫ്ലേവർ ഇത്രയായിട്ട് വെച്ചേക്കാം. പൊട്ടിച്ച ഒരു പാക്കറ്റ് ഇപ്പൊ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ബാക്കി. പിന്നെ പഞ്ചസാര ഇത് നമ്മള് 2 സ്പൂൺ ഉണ്ട്. അപ്പൊ ആ പഞ്ചസാരയും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ ഈ സമയത്ത് തന്നെ നമുക്ക് ഇത്ര ആവശ്യം ഉണ്ടെങ്കിൽ പിന്നിടാം. ഇപ്പൊ നമ്മുടെ ഈ ബോൺവിറ്റയ്ക്കൊക്കെ അത്യാവശ്യം നല്ല മധുരം ഉണ്ടല്ലോ. പിന്നെ ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് അടിക്കുന്ന സമയത്തുണ്ടല്ലോ 2 ഐസ് ക്യൂബ് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. വെള്ളമായി 2 മതി, അധികം ഇടണ്ട. അങ്ങനെ 2 സ്ക്യൂബ് കൊണ്ടിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചെടുത്തിട്ട് നമുക്ക് അടിച്ചെടുക്കാം. അപ്പൊ നമ്മളിത് അടിപൊളിയായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല തിക്കാണ് സംഭവം, നല്ല കളർ, നല്ല കൊഴുത്ത. അതെ അടിപൊളി. അപ്പൊ നമുക്കിതിന് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. നമ്മളിത് ഗ്ലാസ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഒഴിക്കാന്ന് പറയുന്നത് ഇത് മറ്റേ നമ്മുടെ എന്തൊക്കെയോ ഷേക്ക് പോലെ ബദാം ഷേക്ക്, ഷാർജ ഷേക്ക്, എന്തൊക്കെയൊക്കെ പേരിടാം. ഷാർജ ഷേക്കിന് വെള്ള കളറല്ലേ? എന്നാ പോട്ടെ നമ്മുടെ ചക്കക്കുരു ഷേക്കാണ്. എന്നാലും എന്തെങ്കിലും ഒരു കണ്ടാ നല്ല കൊതി വരുന്ന ഷേക്ക്. ഇത് കൊതി മാത്രമല്ല, എൻ്റെ ടേസ്റ്റും അസാധ്യ ടേസ്റ്റാണ്. ഒഴിച്ചിട്ടുണ്ട്. പിന്നെ സ്പൂൺ കൂടെ അതിൻ്റെ അകത്തോട്ട് ഇടുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കണ്ടേ? അപ്പം നമുക്ക് ടേസ്റ്റ് കൂടെ നോക്കിയേക്കാം. അടിപൊളി. കുറച്ചിങ്ങനെ എടുക്കുക, കുടിക്കുക, വീണ്ടും ഇങ്ങോട്ട് മുക്കുക, എടുക്കുക. നമ്മുടെ മറ്റേ മിൽക്ക് ഷേക്ക് ഒക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് മറ്റേ അണ്ടിപ്പരിപ്പും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇടത്തില്ല. ഇത് അതൊന്നും ഇട്ടിട്ടില്ല, പക്ഷെ ആ ഒരു ടേസ്റ്റും വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിനേക്കാൾ ടേസ്റ്റ് ഉണ്ട് ഈ സാധനം, പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇപ്പം ചക്കക്കുരുവിന്റെ സീസൺ അല്ല, ചക്കയുടെ സീസൺ അല്ലേ? അപ്പൊ എല്ലാവരും കുരുവൊക്കെ ഒന്ന് എടുത്ത് റെഡിയാക്കി ഈ ഒരു ഷേക്ക് അടിച്ച് കുടിച്ചിട്ട് അതിന്റെ അഭിപ്രായമൊക്കെ ഒന്ന് പറയണം എല്ലാവരും.
അല്ല ഞാൻ തമാശ പറഞ്ഞല്ല കേട്ടോ, നല്ല സൂപ്പർ ടേസ്റ്റ്. ഇല്ല ബോൺവിറ്റ ഒന്നും ഇട്ടില്ലേലും കൊള്ളാം കേട്ടോ. എൻ്റെ അത് ഇനി ബോൺവിറ്റ ഇല്ലാത്തതുകൊണ്ട് എങ്ങനെയാ എന്നുള്ള ചിന്തയൊന്നും വേണ്ട. ബോൺവിറ്റ ഇല്ലേലും കിടക്കാച്ചിയാ അടിപൊളി സാധനം. ചുമ്മാ നമ്മൾ മെഴുക്കുവരട്ടിയൊക്കെ വെക്കുന്നതിനേക്കാളും നല്ല ഇതാ. മെഴുക്കുവരട്ടി വെച്ചാൽ നമുക്ക് ചോറിനോട് കഴിക്കാം, പക്ഷെ ചോറിനോട് കഴിക്കാൻ പറ്റത്തില്ല. ഇതൊന്നും കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ചോറിന്റെ ആവശ്യം വരത്തില്ല. അപ്പൊ അടിപൊളിയായിട്ട് റെഡിയാക്കിക്കോ. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഒന്ന് ഓണാക്കി, പിന്നെ വീഡിയോ ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് അഭിപ്രായം നിർദ്ദേശം അത് നമുക്ക് നിങ്ങളുടെ ആ വിലപ്പെട്ട അഭിപ്രായമൊക്കെ നമ്മളൊന്ന് അറിയിക്കണം. അപ്പം അടുത്ത വ്യത്യസ്തമായ റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പം എല്ലാവർക്കും ചക്കക്കുരു ഷേക്കുമായിട്ട് ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing